Hey there guys, welcome back to Trading Logics. നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ എങ്ങനെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടെന്നും നാളെ നമുക്ക് എങ്ങനെയൊക്കെ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നും നോക്കാം. അതിനായിട്ട് നമുക്ക് നിഫ്റ്റി 50യുടെ ഡേ ക്യാൻഡിലാണ് ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു BTST ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സ്പെക്റ്റേഷൻസിനെല്ലാം വിരുദ്ധമായിട്ട് മാർക്കറ്റ് അപ്സൈഡ് പോയി ചെറിയ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത് ഇന്നലത്തെ എക്കണോമിക് കലണ്ടറിലുള്ളൊരു ഡേറ്റ ആയിരുന്നു. ഞാൻ പക്ഷേ അത് ശ്രദ്ധിക്കാതെ പോയി. ഫെഡ് മീറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ മാർക്കറ്റിനെ ഇന്നത്തേക്ക് ഒരു ബുള്ളിഷ്നെസ് കൊടുത്തതിന് മെയിൻ റീസൺ. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതാണ് കാര്യം. അപ്പോൾ നമ്മൾക്ക് ഈവൻറ്റ്സ് കറക്റ്റായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പഠിക്കണം. ഈവൻറ്റ്സ് ട്രാക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് പോപ്പായിരിക്കുന്ന ഈ ഹൈലൈറ്റഡ് ആയിട്ടുള്ളത് നിർബന്ധമായിട്ടും അന്ന് BTST എടുക്കുമ്പോൾ വളരെ മൈൽഡ് ക്വാണ്ടിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലൂസ് ചെയ്യാൻ പറ്റുന്ന മണി ആയിരിക്കണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് BTSTക്ക് നമുക്ക് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുമ്പോഴേക്കും ഏറ്റവും മിനിമൽ ക്വാണ്ടിറ്റിയിൽ ലൂസ് ചെയ്യാൻ പറ്റുന്ന മണി മാത്രമായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഡേയ്സിൽ നമുക്ക് ഇതിനോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റേണ്ടത്. ശരി, നമുക്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് ലെവൽസ് നോക്കാം. നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്ത് അങ്ങനെ വരികയാണ്. അപ്പോൾ വീക്ക്ലി ചാർട്ടിൽ ഇന്നത്തെ ആയിരുന്നു വീണ്ടും ഡേ ഹൈ. ഓൾ ടൈം ഹൈ ഇന്നത്തെ ഡേ തന്നെയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് സൈക്കോളജിക്കൽ സപ്പോർട്ട് 23,300ൻ്റെ ആ റേഞ്ചും സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 23,500ൻ്റെ റേഞ്ചുമാണ്. ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല 23,500. 23 റേഞ്ച് നമുക്ക് നല്ല രീതിക്കൊരു സപ്പോർട്ട് തരാനായിട്ടുള്ള നല്ല പ്രോബിലിറ്റി ഉണ്ട് നിഫ്റ്റിയിൽ. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവ്നെസ്സാണ് തന്നിരുന്നത്. പ്രീവിയസ് ക്ലോസിന് താഴെ ക്ലോസ് ആയിട്ടുണ്ട്. പ്രീവിയസ് ഡേ ക്ലോസിന് താഴെ ക്ലോസ് ആയിട്ടുണ്ട്. സോ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തരുന്നുണ്ട്. നമുക്ക് ഒരു ലൈറ്റായിട്ട് ചെറുതായിട്ടൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മൊമെൻറ്റം 20 EMA വരെ നമുക്ക് 20 SMA വരെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ വാലിഡ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനാണ്. ഇത് നമ്മൾ ഹയർ റീജിയണിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോവർ റീജിയനിലോട്ട് പോകുമ്പോഴേക്കും അതിൻ്റെ റെലവൻസ് നമുക്ക് മനസ്സിലാവും. ട്രെൻഡ് ലൈന് 15 മിനിറ്റിലേക്ക് ആക്കുമ്പോഴേക്കും ട്രെൻഡ് ലൈൻ ബ്രോക്ക് ആയതായിട്ട് നമുക്ക് മനസ്സിലാവും. ട്രെൻഡ് ലൈനിൽ നാളെ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ നല്ല സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 50,000 നല്ലൊരു സൈക്കോളജിക്കൽ ലെവലും കൂടെയാണ്. സോ നമുക്ക് സെല്ലേഴ്സിൻ്റെ സാന്നിധ്യം നല്ല രീതിക്ക് ഈ ഒരു റേഞ്ചിൽ നല്ല രീതിക്ക് കൂടുതലായിരിക്കും. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയെന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് യെസ്റ്റർഡേ നല്ല രീതിക്ക് അപ്പായിരുന്നു. എന്നിട്ട് അതൊരു ഇൻഡിസിസീവ് ക്യാൻഡിലും ഒരു നെഗറ്റീവ്നെസ്സും തന്നിട്ട് നന്നായിട്ടൊരു പിൻബാറായിട്ട് അത് ഫോം ആയിട്ടുണ്ട്. ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് ട്രാക്ക് ചെയ്യുമല്ലോ, നമുക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിലും. സോ എനിവേ അത് ഒരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു. എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് എനിക്ക് നല്ലൊരു എമൗണ്ട് ഇതായിട്ട് ഫൈനായിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ലോസും പ്രോഫിറ്റും ഒക്കെ പാർട്ട് ഓഫ് ഗെയിമാണ്. അതുകൊണ്ട് പേണിക്കാവണ്ട, പതിയെ നമുക്ക് ട്രേഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ദിവസം ലോസ് ഉണ്ടെങ്കിൽ ഒരു ദിവസം പ്രോഫിറ്റ് വരും. സോ അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ദ സിറ്റുവേഷൻസ് ആർ ഫേവർ ടു പോസിറ്റീവ് ആണ്. ബിക്കോസ് ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഇന്ത്യ വിക്സ് നമുക്ക് ആ ഇലക്ഷൻ ടൈമിൽ അപ് ടു 32 വരെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിക്ക് സ്പൈക്ക് ആയിട്ടുണ്ട്. അവിടെ നിന്ന് കൂൾ ഓഫ് ആയി ഏകദേശം 13 വരെ വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇത് ഡൗൺ ആകുമ്പോഴേക്കും, ഇന്ത്യ വിക്സ് ഡൗൺ ആകുമ്പോഴേക്കും മാർക്കറ്റ് ബുള്ളിഷ്നെസ്സാണ് കാണിക്കുന്നത്. ഇത് സ്പൈക്ക് ചെയ്യുമ്പോഴേക്കും മാർക്കറ്റിലെ അൺസർട്ടനിറ്റി ഫീൽ ആവും. അപ്പോഴേക്കും അത് മാർക്കറ്റ് ഡൗൺ ഫാൾ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടാവും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനി അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലോട്ട് അറിയിക്കാവേ. ബൈ.